അപ്പോൾ 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി. ഈ ടെക്സ്റ്റ് വായിച്ച് അതിൻ്റെ അകത്തു നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ഈ ഒരു PDF അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. റബ് എ ബലൂൺ ഓൺ ഡ്രൈ ഹെയർ. നമ്മളൊരു ബലൂൺ എടുക്കാം. ബലൂൺ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അല്ലേ, എണ്ണമയൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള വരണ്ട മുടിയിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരസുക. ബ്രിങ് ഇറ്റ് നിയർ ദ എൻഡ്സ് ഓഫ് ഹെയർ സ്ട്രാൻഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ബലൂണിന് നമ്മുടെ മുടിയുടെ നാരുകളുണ്ടല്ലോ, മുടി നാരുകൾക്ക് അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ക്യാൻ യു സീ ദ ഹെയർസ് ബീങ് അട്രാക്റ്റഡ് ടു ദ ബലൂൺ. ഈ ബലൂണിലോട്ട് നമ്മുടെ മുടിനാരുകൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. ഏതാണ്ട് ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് ആ ബലൂൺ കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടിയുടെ ചെറിയ മുടികൾ ആ ബലൂണിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് കാണുന്നുണ്ടല്ലോ. അതിനുള്ള കാരണം എന്താണ്? ഇതാ നോക്കിയോളൂ. ആൻസർ യെസ്, അതെ, കാണുന്നുണ്ട് അല്ലേ. റബ് എ ബലൂൺ ഓൺ ഡ്രൈ ഹെയർ ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ എൻഡ് ഓഫ് ദി ഹെയർ സ്ട്രാൻഡ്സ്. ഒരു ബലൂൺ നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ആ മുടിനാരുകൾക്ക് അരികിലേക്ക് മുടിനാരുകൾക്ക് അരികിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ദ ഹെയർസ് ബീങ് അട്രാക്റ്റഡ് ടു ദ ബലൂൺ. ഈ ഹെയർസ് മുടിനാരുകൾ എന്ത് ചെയ്യുന്നു, ബലൂണിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ റബ്ഡ് ഒബ്ജക്റ്റ് ക്യാൻ അട്രാക്ട് അതർ തിങ്സ്. റബ്ബ് ചെയ്ത ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ഉരസിയ ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന് മറ്റുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്താണ് റബ്ബ് ചെയ്ത ഒബ്ജക്ട്സ്, ഉരസിയ ഒബ്ജക്റ്റിന്, വസ്തുക്കൾക്ക് ക്യാൻ അട്രാക്ട് ചെയ്യാൻ കഴിയും അതർ തിങ്സ്, മറ്റുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടല്ലോ. ഒരു ബലൂൺ തലമുടിയിൽ ഉരസിയ ശേഷം മുടിയിഴകൾക്കരികിലേക്ക് സാവധാനം കൊണ്ടുവരിക. മുടിനാരുകൾ ബലൂണിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ലേ? ആൻസർ അതെ. ബലൂൺ തലമുടിയിൽ ഉരസിയ ശേഷം മുടിയിഴകൾക്കരികിലേക്ക് സാവധാനം കൊണ്ടുവന്നാൽ മുടിനാരുകൾ ബലൂണിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാണാൻ കഴിയും. കാരണം വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മളിവിടെ എഴുതേണ്ടത്. ഇനി ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നില്ലേ, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നു റബ്ബ് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ വിശദമായിട്ട് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇനി വഴിയെ പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് എ സ്മോൾ പീസ് ഓഫ് ഫോൾഡഡ് പേപ്പർ ഓൺ ദ ടിപ്പ് ഓഫ് എ പെൻസിൽ. ഫിഗർ 10.3 നമ്മുടെ ടെക്സ്റ്റിൽ 10.3 എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ ഉണ്ട്. ഒരു ചെറിയ പീസ് ഓഫ് ഫോൾഡഡ് പേപ്പർ, മടക്കിയ പേപ്പർ നമ്മൾ ഒരു പെൻസിലിൻ്റെ ടിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ബ്രിങ് എ പ്ലാസ്റ്റിക് പെൻ നിയർ ദ പീസ് ഓഫ് പേപ്പർ. ഒരു പ്ലാസ്റ്റിക് പെൻ ഈ പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വാട്ട് യു ഒബ്സർവ്. നിങ്ങൾ എന്താണ് കാണുന്നത്? വെറുതെ ഒരു പ്ലാസ്റ്റിക് പേന ഈ ഫോൾഡ് ചെയ്ത പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നത്തിങ് ഈസ് ഹാപ്പനിങ്. ഒന്നും സംഭവിക്കുന്നില്ല. പേപ്പർ അങ്ങനെ തന്നെ നിൽക്കുന്നു. പേന കൊണ്ടുവന്നാലും പേപ്പറിന് ഒരു അനക്കവും ഇല്ല, അത് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. അതാണ് ഇവിടെ ഇപ്പുറത്തെ മലയാളം മീഡിയം കൊടുത്തിട്ടുണ്ട്. ഒരു പെൻസിലിൻ്റെ കൂർത്ത അഗ്രത്തിൽ കടലാസ് കഷ്ണം സ്വതന്ത്രമായി തിരിയാവുന്ന വിധം ക്രമീകരിക്കുക. കടലാസിൻ്റെ അടുത്തേക്ക് ഒരു പ്ലാസ്റ്റിക് പേന കൊണ്ടുവരിക. എന്താണ് കാണുന്നത്? ഒന്നും കാണുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. ഇനി എന്ത് ചെയ്യണം? നൗ റബ് എ പെൻ വെൽ ഓൺ ഡ്രൈ ഹെയർ. ഇനി എന്ത് ചെയ്യണം? ഈ പേന എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈ ഹെയറിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡ്രൈ ഹെയറിലോ വരണ്ട മുടിയിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക, നന്നായിട്ട് ഉരസുക. ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ പേപ്പർ. എന്നിട്ട് ഇത് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ്. എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇനി വരണ്ട തലമുടിയിൽ പേന നന്നായി ഉരസിയ ശേഷം കടലാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്ത് മാറ്റമാണ് ഉണ്ടായത്? നോക്കിയോളൂ. ഇഫ് യു റബ് എ പെൻ വെൽ ഓൺ ഡ്രൈ ഹെയറിൽ നമ്മൾ ആ പേന നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ എ പീസ് ഓഫ് പേപ്പർ. എന്നിട്ട് ആ പീസ് ഓഫ് പേപ്പർ ഉണ്ടല്ലോ, അതായത് പെൻസിലിൻ്റെ അഗ്രത്തിൽ വെച്ചിട്ടുള്ള ആ പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് കാണാൻ കഴിയുന്നത്? ദ പേപ്പർ മൂവിങ് ആസ് യു മൂവ് ദ പെൻ. പേന നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, പേന എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ആ പേപ്പറും മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ പേന എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു അങ്ങോട്ടൊക്കെ ആ പേപ്പർ മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? തലമുടിയിൽ ഉരസിയ പേന നീക്കുന്നതിനനുസരിച്ച് പേപ്പർ കഷ്ണം തിരിയുന്നതായി കാണാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ പേന കൊണ്ടുവന്നു, പക്ഷെ അപ്പോൾ പേപ്പർ കഷ്ണത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. കാരണം എന്താണ്? ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചില്ല. കാരണം ആ പേന വെറുതെ നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷെ രണ്ടാമത് നമ്മൾ പേന കൊണ്ടുവന്നപ്പോൾ ആ പേപ്പർ കഷ്ണം
മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ടാമത് പേന നമ്മൾ ഡ്രൈ ഹെയറിൽ ഉരസിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്ത് കൊണ്ടുവന്ന പേന പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പേപ്പർ കഷ്ണം എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ പേനയ്ക്ക് എന്തോ ഒരു പവർ കിട്ടി, അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പേപ്പർ കഷ്ണം മൂവ് ചെയ്തത് അല്ലേ. അപ്പോൾ എന്താണ് ആ പവർ, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ, മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേ മാനറിലുള്ള മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്. നോക്കിയോളൂ. ടേക്ക് എ വാട്ടർ ഫിൽഡ് കണ്ടെയ്നർ വിത്ത് എ ഹോൾ അറ്റ് ദ ബോട്ടം. ഒരു കണ്ടെയ്നർ എടുക്കുക, അതിൻ്റെ ബോട്ടം സൈഡിലൊരു ഹോൾ ഉണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുക. അപ്പോൾ എന്ത് പറ്റും, ആ കണ്ടെയ്നറിൻ്റെ താഴെ കൂടെ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടല്ലോ, ആ ഫിഗറിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടുണ്ട് ഹോൾഡ് എ പ്ലാസ്റ്റിക് സ്കെയിൽ നിയർ ദ വാട്ടർ സ്ട്രീം. ഈ വാട്ടർ സ്ട്രീമിൻ്റെ അടുത്തേക്ക് ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ ഇങ്ങനെ കൊണ്ടുവരിക. ഈസ് ദെയർ എനി ചേഞ്ച് ഫോർ ദ വാട്ടർ സ്ട്രീം? വാട്ടർ സ്ട്രീമിന് എന്തെങ്കിലും ചേഞ്ച് പറ്റുന്നുണ്ടോ? ആൻസർ ഇതാ താഴെ എഴുതിയിട്ടുണ്ട്, നോ ചേഞ്ച്, ഒരു ചേഞ്ചും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹോൾഡ് ദ സ്കെയിൽ ആഫ്റ്റർ റബ്ബിംഗ് വെൽ ഓൺ ഡ്രൈ ഹെയർ. ആ സ്കെയിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് റബ്ബ് ചെയ്യുക, നമ്മുടെ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക, ഉരസുക, നന്നായിട്ട് ഉരസുക വരണ്ട മുടിയിൽ. ദെൻ എന്നിട്ട് ഇതിനെ ഹോൾഡ് ചെയ്യണം, അതായത് എന്നിട്ട് ഈ സ്കെയിലിനെ കൊണ്ടുവന്ന് ഈ വാട്ടർ സ്ട്രീമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്ത് നിരീക്ഷിക്കാൻ കഴിയും? അപ്പോൾ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് ഉരസിയ ശേഷം സ്കെയിൽ കൊണ്ടുവന്ന് ഈ വാട്ടർ സ്ട്രീമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, അതാണ് നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫിൽ ഇത് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് കാണാൻ കഴിയുന്നത്? ആഫ്റ്റർ റബ്ബിംഗ് ദ സ്കെയിൽ വെൽ ഓൺ ഡ്രൈ ഹെയർ. ഡ്രൈ ഹെയറിൽ ആ സ്കെയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം വെൻ ദി സ്കെയിൽ ഈസ് ബ്രോട്ട് നിയർ ദ വാട്ടർ സ്ട്രീം എന്നാണ്, ആ വാട്ടർ സ്ട്രീമിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ സ്കെയിൽ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബെൻഡ്സ് ടുവാർഡ്സ് ദ സ്കെയിൽ. ഇറ്റ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടർ സ്ട്രീമാണ്. വാട്ടർ സ്ട്രീം എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്യുന്നു, വളയുന്നു. എങ്ങോട്ട്? ടുവാർഡ്സ് ദ സ്കെയിൽ, സ്കെയിലിൻ്റെ അടുത്തേക്ക് വളയുന്നു. അതായത് വാട്ടർ സ്ട്രീം സ്കെയിലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? വളയുന്നു. ഇറ്റ് ബെൻഡ്സ് ടുവാർഡ്സ് ദ സ്കെയിൽ, സ്കെയിലിൻ്റെ അടുത്തേക്ക് വളയുന്നു വാട്ടർ സ്ട്രീം. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താ എഴുതിയിട്ടുള്ളത്? ഇൻ ദ എബവ് എക്സ്പെരിമെൻറ്റ്, മുകളിലുള്ള എക്സ്പെരിമെൻറ്റിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? റബ്ഡ് ഒബ്ജക്റ്റ് ക്യാൻ അട്രാക്ട് അതർ ഒബ്ജക്ട്സ്. മറ്റുള്ള ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നു. ആർക്ക്? റബ്ബിഡ് ഒബ്ജക്ട്സിന്. അതായത് ഉരസിയ വസ്തുക്കൾക്ക് മറ്റുള്ള ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മലയാളം മീഡിയം ആൻസർ നോക്കാം. ജലം നിറച്ച പാത്രത്തിൽ ഒരു ചെറിയ സുഷിരമിടുക. സുഷിരത്തിലൂടെയുള്ള ജലധാരയ്ക്ക് സമീപം ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ പിടിക്കുക. ജലധാരയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? ആൻസർ നോക്ക്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ജലധാരയ്ക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. ഇനി വരണ്ട തലമുടിയിൽ സ്കെയിൽ നന്നായി ഉരസിയ ശേഷം പിടിക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? നമ്മുടെ വരണ്ട തലമുടിയിൽ ഈ സ്കെയിൽ നന്നായിട്ട് ഉരസുക. അതിനുശേഷം ഈ ജലധാരയ്ക്ക് സമീപം സ്കെയിൽ കൊണ്ടുവന്ന് പിടിക്കുക എന്നാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തനുമാനിക്കാം? ആദ്യം നമ്മൾ ഡ്രൈ ഹെയറിൽ വരണ്ട തലമുടി ഉരസിയ ശേഷം സ്കെയിൽ കാണിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് എഴുതാം. ഉണങ്ങിയ മുടിയിൽ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ നന്നായി ഉരസിയ ശേഷം അത് ജലധാരയ്ക്ക് സമീപം കൊണ്ടുവരുമ്പോൾ ജലധാര സ്കെയിലിനടുത്തേക്ക് വളയുന്നു. മനസ്സിലായോ? ജലധാര എന്ത് ചെയ്യുന്നു? ആ സ്കെയിലിൻ്റെ അടുത്തേക്ക് വളയുന്നു. ഇനി ഇതിൽ നിന്ന്, ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്തനുമാനിക്കാം? ഈ പരീക്ഷണത്തിലൂടെ ഉരസിയ വസ്തുക്കൾക്ക് മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ഉരസിയ റബ്ബഡ് ഒബ്ജക്ട്സിന് ക്യാൻ അട്രാക്ട് അതർ തിങ്സ്, അല്ലേ? മറ്റുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മളിതിൻ്റെ ആൻസർ. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 എക്സ്പെരിമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷൻ എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കിയോളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ഒബ്ജക്ട്സ് യൂസ്ഡ് ഫോർ റബ്ബിങ്. 2 ഒബ്ജക്ട്സ് എടുക്കുക, അത് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഒരു ടേബിളിൻ്റെ പുറത്ത് കുറച്ച് സ്മോൾ പീസ് ഓഫ് പേപ്പർ, ചെറിയ പീസസ് ഓഫ് പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ റബ്ബ് ചെയ്ത ഒബ്ജക്ട്സ് കൊണ്ടുവരിക. അപ്പോൾ ആ റബ്ബ് ചെയ്ത ഒബ്ജക്റ്റിലോട്ട് ഈ പീസ് ഓഫ് പേപ്പർ അട്രാക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ, അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡസിൻ്റ് അട്രാക്റ്റ് ആണോ, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നില്ലേ. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക, അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നോക്കിയോളൂ, ഫസ്റ്റ് ഏതൊക്കെയാണ് തമ്മിൽ റബ്ബ് ചെയ്യുന്നത്? ഗ്ലാസ് റോഡും സിൽക്കും. ഏതൊക്കെയാണ്? ഗ്ലാസ് റോഡും സിൽക്കും പരസ്പരം എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് ആ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ടിക്ക് കൊടുക്കുക. അടുത്ത രണ്ടാമത് പോളിസ്റ്റർ ക്ലോത്തും സ്റ്റീൽ സ്പൂണും തമ്മിൽ റബ്ബ് ചെയ്യാണ്. എന്നിട്ട് ഈ സ്റ്റീൽ സ്പൂൺ കൊണ്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്ത് ചെയ്യുന്നില്ല, അട്രാക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ക്രോസ് കൊടുക്കണം. ഇനി PVC പൈപ്പും പോളിത്തീൻ ഉണ്ടല്ലോ, PVC പൈപ്പും പോളിത്തീനും തമ്മിൽ പരസ്പരം റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് ആ PVC പൈപ്പ് കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്മാൾ പീസസ് ഓഫ് പേപ്പർ എന്തായിരുന്നു അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. അടുത്ത നാലാമത്തത് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും രണ്ട് ഒബ്ജക്റ്റ് എടുക്കുക. നമ്മളിപ്പോൾ എടുക്കുന്ന ഒബ്ജക്റ്റ് പ്ലാസ്റ്റിക് സ്കെയിലും ഹെയറും. പ്ലാസ്റ്റിക് സ്കെയിലും ഹെയറും എടുക്കുക. പ്ലാസ്റ്റിക് സ്കെയിൽ ഹെയറിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് പ്ലാസ്റ്റിക് സ്കെയിൽ കൊണ്ടുവരിക. എന്ത് ചെയ്യുന്നു, ആ പീസസ് ഓഫ് പേപ്പർ അതിൽ അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം, ടിക്ക് കൊടുക്കണം. ഇനി പ്ലാസ്റ്റിക് കോമ്പും സിൽക്ക് കൊടുക്കുക. പ്ലാസ്റ്റിക് കോമ്പ് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ചീപ്പ്, പിന്നെ സിൽക്ക് എടുക്കുക. തമ്മിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് ഈ പ്ലാസ്റ്റിക് കോമ്പ് കൊണ്ടുവരിക. എന്ത് സംഭവിക്കും, ആ പീസസ് ഓഫ് പേപ്പർ പ്ലാസ്റ്റിക് കോമ്പിലോട്ട് അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ, കംപ്ലീറ്റ് ആയാലും ഇനി നമുക്ക് മലയാളം മീഡിയത്തിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. പട്ടിക പൂർത്തിയാക്കുക. അവിടെ 1, 2, 3 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരസാൻ ഉപയോഗിച്ച വസ്തുക്കൾ, പിന്നെ ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നില്ല. ആകർഷിക്കുന്നുവെങ്കിൽ ടിക്ക് കൊടുക്കുക, ആകർഷിക്കുന്നില്ല എങ്കിൽ ക്രോസ് കൊടുക്കുക. ഒന്നാമത്തത് ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ഈ ഗ്ലാസ് റോഡ് ആകർഷിക്കുന്നു. അപ്പോൾ ടിക്ക് കൊടുക്കുക. അടുത്ത പോളിസ്റ്റർ തുണിയും സ്റ്റീൽ സ്പൂൺ കൊടുക്കുക, പരസ്പരം റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കടലാസ് കഷ്ണങ്ങളുടെ അടുത്തേക്ക് സ്റ്റീൽ സ്പൂൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് അട്രാക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ക്രോസ് കൊടുക്കുക. അടുത്ത ഒരു PVC പൈപ്പ് എടുക്കുക, പോളിത്തീൻ എടുക്കുക. അവ തമ്മിൽ റബ്ബ് ചെയ്യുക. PVC പൈപ്പ് ഈ കടലാസ് കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ പേപ്പർ എന്തായിരുന്നു അട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ എന്താണ് അവിടെ അട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ടിക്ക് കൊടുക്കുക. അടുത്ത നമ്മൾ പ്ലാസ്റ്റിക് സ്കെയിലും മുടിയും, അതായത് പ്ലാസ്റ്റിക് സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ മുടി നന്നായിട്ട് റബ്ബ് ചെയ്യുക, മുടിയിലിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ കടലാസ് കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് സ്കെയിലിലോട്ട് ഈ ചെറിയ പീസസ് ഓഫ് പേപ്പർ ഒട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ അട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ടിക്ക് കൊടുക്കുക. അടുത്ത പ്ലാസ്റ്റിക് ചീപ്പ് എടുക്കുക, സിൽക്ക് എടുക്കുക. പ്ലാസ്റ്റിക് ചീപ്പ് സിൽക്കിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക, ഉരസുക. എന്നിട്ട് നമ്മൾ ആ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് പ്ലാസ്റ്റിക് ചീപ്പ് കൊണ്ടുവന്ന് അവിടെ എന്ത് സംഭവിക്കുന്നു, ആ ചെറിയ പീസസ് ഓഫ് പേപ്പർ ആ പ്ലാസ്റ്റിക് ചീപ്പിൽ എന്ത് ചെയ്യുന്നു, ഒട്ടിപ്പിടിക്കുന്നു, അല്ലേ, ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ, ഇത്രയാണ് നമ്മൾ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ ബോക്സിൽ ഏതൊക്കെ അട്രാക്റ്റ് ആവുന്നു, ഏതൊക്കെ അട്രാക്റ്റ് ആവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ എഴുതണം. നോക്കിയോളൂ. ഓൾ ഒബ്ജക്റ്റ് വെൻ റബ്ഡ് ടുഗദർ അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ എല്ലാ ഒബ്ജക്റ്റും പരസ്പരം റബ്ബ് ചെയ്താൽ അവ പരസ്പരം അട്രാക്റ്റ് ആവുന്നു. ഏത് ഒബ്ജക്റ്റിന് റബ്ബ് ചെയ്താലും അവ പരസ്പരം അട്രാക്റ്റ് ആവും. അങ്ങനെ ആവോ? നമ്മൾ നേരത്തെ ഒരു ബോക്സ് ചെയ്തപ്പോൾ അതിൽ തന്നെ ചില ഒബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ അട്രാക്റ്റ് ആയില്ല. അതായത് എന്താണ്, പോളിസ്റ്റർ ക്ലോത്തും പിന്നെ സ്റ്റീൽ സ്പൂണും പരസ്പരം റബ്ബ് ചെയ്തപ്പോൾ അവ അട്രാക്റ്റ് ആയില്ല. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റും പരസ്പരം റബ്ബ് ചെയ്താൽ അട്രാക്റ്റ് ആവും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. എല്ലാ ഒബ്ജക്റ്റും പരസ്പരം റബ്ബ് ചെയ്ത് അട്രാക്റ്റ് ആവോ? ഇല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്, ഫോൾസ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇലക്ട്രിക് ചാർജസ് കോസ് ദ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ബിറ്റ്വീൻ ഓബ്ജക്ട്സ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൽഷനും, ആകർഷണത്തിനും വികർഷണത്തിനും കാരണമാകുന്നത് ഇലക്ട്രിക് ചാർജ് ആണെന്ന്. ഇലക്ട്രിക് ചാർജാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൽഷനും കാരണമാകുന്നത്. ആണോ? ആണ്. അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൽഷനും കാരണമാകുന്നത് അവ തമ്മിലുള്ള ഇലക്ട്രിക് ചാർജസ് ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, when objects rub against metals they are attracted to each other. വസ്തുക്കൾ ഈ മെറ്റൽസിൽ റബ്ബ് ചെയ്യുമ്പോൾ അവയ്ക്ക് ആകർഷണം സംഭവിക്കുന്നു എന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ അവ ആകർഷിക്കപ്പെടുന്നു എന്ന്. ആണോ? അത് ശരിയാണോ തെറ്റാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഫോൾസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്, തെറ്റാണ്. നമ്മൾ മെറ്റൽസിലാണ് ഒരു വസ്തുവിനെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതെങ്കിൽ ആ വസ്തുവിന് എന്ത് സംഭവിക്കുന്നില്ല? അട്രാക്ഷൻ സംഭവിക്കുന്നില്ല, ആകർഷണം സംഭവിക്കുന്നില്ല. മറ്റുള്ള വസ്തുക്കളുടെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അവ ആകർഷിക്കപ്പെടുന്നില്ല. കേട്ടോ? അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണ്. അപ്പോൾ ലോകങ്ങളിൽ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? വികർഷണമാണ് സംഭവിക്കുന്നത്, ആകർഷണം സംഭവിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് മലയാളം മീഡിയം നോക്കാം.
താഴെ പറയുന്നവ ശരിയോ തെറ്റോ എന്ന് എഴുതുക. ഒന്നാമത്തെ എന്താണ്? എല്ലാ വസ്തുക്കളും തമ്മിൽ ഉരസിയാൽ അവ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നു. ആ പ്രസ്താവന തെറ്റാണ്. എല്ലാ വസ്തുക്കളും ഉരസിയാൽ ആകർഷണം ഉണ്ടാകുന്നില്ല അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, വൈദ്യുത ചാർജുകളാണ് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷണവും വികർഷണവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അവയ്ക്കിടയിലുള്ള വൈദ്യുത ചാർജാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോഹങ്ങളിൽ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷണം സംഭവിക്കുന്നു. ആണോ? ഇല്ല, ലോഹങ്ങളിൽ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷണം സംഭവിക്കുന്നില്ല. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ആറാമത്തെ ക്വസ്റ്റ്യനെ, വൈ ക്യാൻ ഓബ്ജെക്ട്സ് അട്രാക്ട് ഈച്ച് അതർ വെൻ റബ്ഡ്? ഉരസുമ്പോൾ വസ്തുക്കൾ പരസ്പരം ആകർഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നോക്കിയോളൂ. ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ടു അട്രാക്ട് ഈച്ച് അതർ വെൻ റബ്ഡ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ അക്യുമുലേഷൻ കാരണം, അതായത് ഇലക്ട്രിക് ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് റബ്ബ് ചെയ്യുമ്പോൾ വസ്തുക്കൾക്ക് പരസ്പരം അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്. ദ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ കഴിവ് എന്തിന്? ടു അട്രാക്ട് ഈച്ച് അതർ, പരസ്പരം അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കഴിവെന്ന് പറയുന്നത് വെൻ റബ്ഡ്, ഇപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന് പരസ്പരം ആകർഷിക്കാനുള്ള ആ ഒരു കഴിവ് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ അക്യുമുലേഷൻ കാരണം, ഇലക്ട്രിക് ചാർജ് അവിടെ ശേഖരിക്കപ്പെടുന്നത് മൂലമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉരസുമ്പോൾ വസ്തുക്കൾക്ക് പരസ്പരം ആകർഷിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടുന്നത് മൂലമാണ് ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. വാട്ട് ആർ ഇലക്ട്രിക് ചാർജസ്? എന്താണ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വൈദ്യുത ചാർജുകൾ എന്ന് പറഞ്ഞാൽ? നോക്കോളൂ. ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫണ്ടമെന്റൽ ഫാക്ടർ ദാറ്റ് കോസ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ഓബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൾഷനും, ആകർഷണങ്ങൾക്കും വികർഷണങ്ങൾക്കും കാരണമാകുന്ന ബേസിക് ഫാക്ടർ അല്ലെ, ഫണ്ടമെന്റൽ ഫാക്ടർ എന്ന് വെച്ചാൽ അടിസ്ഥാന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ ചെറിയൊരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇസ് ദ ഒരു ഫണ്ടമെന്റൽ ഫാക്ടറാണ് ദാറ്റ് കോസ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൾഷനും കാരണമാകുന്ന ഒരു ഫണ്ടമെന്റൽ ഫാക്ടറാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ചാർജസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? 2 ടൈപ്പ് ചാർജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് എന്നിങ്ങനെ 2 ടൈപ്പ് ചാർജുകളാണുള്ളത്. നോക്കിയോളൂ. എന്താണ് വൈദ്യുത ചാർജുകൾ? വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ ചാർജുകൾ 2 തരമുണ്ട്. റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതണം. നോക്കിയോളൂ. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഈസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈസ് ഡ്യൂ ടു ദ, എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ്. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. അതായത് ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നതിലൂടെയാണ് 2 വസ്തുക്കൾ പരസ്പരം അട്രാക്ഷൻ നടക്കുന്നതെന്ന്. ആണോ? ആണ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ അട്രാക്ഷൻ ലഭിക്കുന്നത് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റുകൾക്ക് പരസ്പരം അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസ്. അവയ്ക്കകത്തുള്ള ആറ്റംസിന് ചാർജ് ലഭിക്കുന്നതിലൂടെ. മനസ്സിലായോ? അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചോളണം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചോളണം. അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ആറ്റംസിന് ചാർജ് ലഭിക്കുന്നത് മൂലമാണ്. അപ്പോൾ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അടുത്ത നോക്കിയല്ലോ. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടേമിൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ് ഒരു ആറ്റത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഇസ് ദ ന്യൂക്ലിയസ്. അറിയാലോ, ഒരാറ്റത്തിലെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ്? എന്ന് പറയുന്നത്
പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോൺസ് ആ ന്യൂക്ലിയസിന് ചുറ്റും കുറച്ച് പർട്ടിക്കുലർ പാത്തുണ്ട്, ആ പാത്തിൽ കൂടെ ന്യൂക്ലിയസിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ്. അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്, ഏതൊക്കെ കണങ്ങളാണ്, ആ പാർട്ടിക്കിളാണ് ആ ന്യൂക്ലിയസിലുള്ളത്, ആ പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അതിന് ചുറ്റും കുറച്ച് പാത്തുണ്ട്, ഓർബിറ്റ് എന്ന് പറയും. ഈ ഓർബിറ്റിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഇസ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അടുത്തത് വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? ഈ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ചാർജ് എന്താണെന്ന്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ആരാ? ഇലക്ട്രോൺസ്. ആരാണ്? ഇലക്ട്രോൺസ്. ഞാൻ ചോദിക്കട്ടെ, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണപ്പോൾ? ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയും? പ്ലീസ് കമൻറ്റ് ഇറ്റ് കേട്ടോ, കമൻറ്റ് ചെയ്തേ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണെന്നുള്ളത്. ഇനി ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ഇവ ഓരോന്നിൻ്റെയും ചാർജ് എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, പിന്നെ ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം 26, ഇലക്ട്രോണിൻ്റെ എണ്ണം 26. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ചാർജ് എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആറ്റം പോസിറ്റീവ് ചാർജ് ആയോ, നെഗറ്റീവ് ചാർജ് ആയിരിക്കോ, നിർവീര്യമായിരിക്കോ? ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം 26, ഇലക്ട്രോണുകളുടെ എണ്ണം 26 അല്ലേ. പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജുള്ള കണമാണ്, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജുള്ള കണം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഈക്വൽ ആകുമ്പം അവിടെ ആറ്റം എന്താണ്? ആറ്റം നിർവീര്യമാണെന്ന് പറയാം അല്ലേ. നിർവീര്യമാണെന്ന് പറയാം. +26 -26 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര അല്ലേ? അത് 0 ആയി പോവില്ലേ. അപ്പോൾ അവിടെ എന്താണ്? ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ ആ ആറ്റം എന്താണ്? അത് നിർവീര്യമാണ്. ആ ആറ്റത്തിന് ചാർജ് ഇല്ല. പോസിറ്റീവ് ചാർജ് എന്നോ നെഗറ്റീവ് ചാർജ് ഉണ്ടോന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ആ ആറ്റം എന്താണ്? അത് നിർവീര്യമാണ്. ഓക്കെ ആണല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണോ ഇലക്ട്രോണിൻ്റെ എണ്ണോ ഈക്വൽ ആണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ചാർജ് എങ്ങനെ പറയാം? ആ ആറ്റം നിർവീര്യമാണ് എന്ന് പറയാം. പ്രോട്ടോണുകളുടെ എണ്ണം 26, ഇലക്ട്രോണുകളുടെ എണ്ണം 24. ഇലക്ട്രോണിൻ്റെ എണ്ണം അവിടെ എന്താണ്? കുറവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആരുടെ എണ്ണമാണ് കൂടുതൽ? പ്രോട്ടോണുകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ അവിടെ ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? കൂടുതലുള്ളത് ആരുടെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്ന് പറയാം? നമുക്ക് പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ അവിടെ ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയുള്ളൂ, പ്രോട്ടോണുകളുടെ എണ്ണം 17, ഇലക്ട്രോണുകളുടെ എണ്ണം 18. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18. അപ്പോൾ അവിടെ എന്താണ്? ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ആരുടെ എണ്ണമാണ് കൂടുതൽ? ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ അവിടെ ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവ് എന്ന് പറയാം. ഇവിടെ ഞാൻ പോസിറ്റീവിലാണ് ടിക്ക് കൊടുത്തേക്കുന്നത്, സോറി. എന്താണ് അവിടെ? നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ നെഗറ്റീവിലാണ് ടിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പം നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവാണ്, കാരണം ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട്. ഇനി നോക്കിയോളൂ, ഇവിടെ താഴെ പട്ടിക അടിസ്ഥാനമാക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. നോക്കിയോളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാൻ കാരണം എന്താണ്? എന്താണ് കാരണം? നോക്കിയോളൂ, ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം അതിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായതുകൊണ്ട്. എപ്പോഴെല്ലാം ഒരാറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാകുന്നു, അപ്പോഴെല്ലാം ആ ആറ്റം എന്തായിരിക്കും? ന്യൂട്രൽ അഥവാ നിർവീര്യമായിരിക്കും. ഓക്കെ ആണല്ലോ. അതിൻ്റെ ആൻസർ മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത്തത്, ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലെങ്കിൽ ലഭിക്കുന്ന ചാർജ് എന്ത്? ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലും പ്രോട്ടോണുകളുടെ എണ്ണം കുറവാണെങ്കിൽ ലഭിക്കുന്ന ചാർജ് ഏതായിരിക്കും? ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവിടെ കൂടുതൽ, അപ്പം നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തെ ആൻസർ എന്താണ്? നെഗറ്റീവ് ചാർജ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലെങ്കിൽ ലഭിക്കുന്ന ചാർജ്. അവിടെ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലും ഇലക്ട്രോണുകളുടെ എണ്ണം കുറവും. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ്. എന്താണ്? പോസിറ്റീവ് ചാർജ്. ഈ 3 ക്വസ്റ്റ്യനും സിമ്പിളാണ് അല്ലേ? എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്ത ഇംഗ്ലീഷ് മീഡിയം നോക്കിയോളൂ. ഇവിടെ നോക്കിയോളൂ, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 26ഉം 26ഉം. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രൽ. ആറ്റം എങ്ങനെയായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും അല്ലേ? അതായത് ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ അവിടെ ആറ്റം എന്ന് പറയുന്നത് നിർവീര്യമായിരിക്കും അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നമ്പർ ഓഫ് പ്രോട്ടോൺസ് 26, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 24. ഇവിടെ ഏതാ കൂടുതൽ? പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ അല്ലേ? 26 ഉണ്ട്. ഇലക്ട്രോൺസ് 24 ഉള്ളൂ, 24 ഉള്ളൂ. അപ്പോൾ ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് 17, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ 16 ആണ്. നമ്മൾ മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് 18 കൊടുത്തിരുന്നത്. ഇവിടെ 16 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ടിക്ക് ചെയ്തിട്ട് അവിടെ പോയപ്പോഴാണ് എനിക്ക് മാറിപ്പോയത് കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇതിൻ്റെ കാര്യം നോക്കിയില്ല. ഞാൻ വെച്ച് മലയാളവും ഇംഗ്ലീഷ് മീഡിയവും സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ഇവിടെ 17 പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 16. അപ്പോൾ ഇവിടെ എന്താണ്? പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ അല്ലേ? 17 ഉണ്ട്. അപ്പോൾ എന്താണ്? ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ നമുക്ക് ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവ് എന്ന് എഴുതാമായിരുന്നു അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ടേബിളിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ആൻ ആറ്റം ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ? ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാൻ കാരണം എന്താണ്? എന്താണ് കാരണം? ആൻസർ, ദ റീസൺ an atom is electrically neutral is because എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് ഒരു ആറ്റം ആണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? The number of positively charged protons and negatively charged electrons in it is equal. അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഈക്വൽ ആകുമ്പോഴാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം എന്താണ്? ദ റീസൺ an atom is electrically neutral is അല്ലേ? ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? എന്തുകൊണ്ടാണ്? ദ നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പോസിറ്റീവ്ലി ചാർജുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഇന്നിറ്റ് എന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ അകത്തുള്ളത് ഇന്നിറ്റ് ഈസ് ഈക്വൽ ആയതുകൊണ്ട്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് ഗ്രേറ്റർ, നമ്പർ ഓഫ് പ്രോട്ടോൺ ലെസ്സർ ആണെങ്കിൽ ആ ആറ്റം എന്ത് ചാർജ് ആണെന്ന് പറയാം? നെഗറ്റീവ് ചാർജ് എന്ന് പറയാം അല്ലേ? നെഗറ്റീവ് ചാർജ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഗ്രേറ്റർ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ്സർ ആണെങ്കിൽ ആ ആറ്റത്തിന് എന്താ പറയാം? അത് ആറ്റം പോസിറ്റീവ് ചാർജ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, when atoms lose electrons they become dash charged. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ അതിന് എന്ത് ചാർജ് കിട്ടുന്നു? ആൻഡ് when they gain electrons, അവയ്ക്ക് ഇലക്ട്രോൺസ് ലഭിക്കുമ്പോൾ they become dash charged. അവ ഏത് ചാർജ് ആവുന്നു? ഒരാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവിടെ ആ ആറ്റം പോസിറ്റീവ് ചാർജായി മാറുന്നു. ഒരു ഇലക്ട്രോൺ കുറയുകയല്ലേ ചെയ്യുന്നത്, പക്ഷേ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ആറ്റം എന്താണ്? പോസിറ്റീവ് ചാർജായി മാറുന്നു. പ്രോട്ടോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിൽ പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ എന്താണ്? അത് പോസിറ്റീവ് ചാർജായി മാറുന്നു. ഇനി ആൻഡ് വെൻ ദേ ഗെയിൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അല്ലേ, ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നു, പക്ഷേ പ്രോട്ടോണിൻ്റെ എണ്ണം ഒരു വ്യത്യാസവും വരത്തില്ല, പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നില്ല അല്ലേ? അപ്പോൾ അതെന്താവുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു ആ ആറ്റം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രോട്ടോൺ നഷ്ടപ്പെടുമ്പോൾ ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു, ആറ്റത്തിൻ്റെ ചാർജ് പോസിറ്റീവ് ആകുന്നു. ഇനി ഒരു ഇലക്ട്രോൺ നേടുമ്പോൾ അല്ലേ, ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു അല്ലെ, നെഗറ്റീവ് ചാർജുള്ള ആറ്റമായി മാറുന്നു. ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവ് ആകുന്നു. ഓക്കെ ആണല്ലോ. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജുള്ളതായും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജുള്ളതായും മാറ്റപ്പെടുന്നു. ഓക്കെ ആണല്ലോ. Why do two different objects get charged when they rub against each other? രണ്ട് ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് എടുത്തിട്ട് അവ പരസ്പരം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അവ ചാർജ് ആകുന്നത് എങ്ങനെയാണെന്ന്, അവയ്ക്ക് ചാർജ് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. When two different objects are rubbed against each other, രണ്ട് വ്യത്യസ്ത ഒബ്ജക്ട്സ് എടുത്തിട്ട് അവ പരസ്പരം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ദേ ബിക്കം ചാർജ്ഡ്, അവ എന്താവുന്നു? ചാർജ് ആകുന്നു. കാരണം ഡ്യൂ ടു ദ എന്തുകൊണ്ടാണ്?
ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കുന്നു അവിടെ അല്ലേ, ഇലക്ട്രോൺസിന് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതുകൊണ്ടാണ് എന്തെന്നവ ചാർജ് ആവുന്നത്. മനസ്സിലായോ? അപ്പോൾ വെൻ 2 ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് ആർ റബ്ഡ് അഗൈൻസ്റ്റ് ഈച്ച് അതർ, 2 ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്, 2 വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റ് പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ദേ ബിക്കം ചാർജ്ഡ്. അവ എന്ത് ചെയ്യുന്നു? ചാർജ് ആകുന്നു. എങ്ങനെയാണ് ചാർജ് ആകുന്നത്? കാരണം ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട്, ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നതുകൊണ്ട്. ഇനി വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ലോസ് ആകുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, അതെന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു. വെൻ ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ, ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, അതെന്തായി മാറുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു, നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറുന്നു. ഇലക്ട്രോൺസ് ആണ് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയോ ഇലക്ട്രോൺസ് നേടുകയോ ആണ് ചെയ്യുന്നത് അല്ലേ. പ്രോട്ടോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊന്നുമില്ല, ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതും നെഗറ്റീവ് ചാർജ് ഉള്ളതുമായി മാറുന്നത് ആറ്റംസ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അനുയോജ്യമായ വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് ചാർജ് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നത് കൊണ്ടാണ് പദാർത്ഥങ്ങൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് ചാർജ് ലഭിക്കുന്നത്. ആറ്റങ്ങൾക്ക് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതായും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതായും മാറുന്നു. അടുത്ത 17ാമത്തെ ക്വസ്റ്റിനെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. പെയർ ഓഫ് ഓബ്ജക്ട്സ് യൂസ്ഡ് ഫോർ റബ്ബിംഗ് ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദം, 2 ഒബ്ജക്ട്സ് തമ്മിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു. എന്നിട്ട് ഇപ്പുറത്ത് നോക്കൂ, ചാർജ് ഗെയിൻഡ്, ഏത് ചാർജാണ് അവിടെ ലഭിക്കുന്നതെന്ന്. ഇപ്പോൾ 2 വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അതിൽ ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജും മറ്റൊരു വസ്തുവിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. കാരണം ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, മറ്റൊന്നിന് ഇലക്ട്രോൺ ലഭിക്കുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് കേട്ടോ. നോക്കിയോളൂ, പെയർ ഓഫ് ഒബ്ജക്റ്റിൻ്റെ പെയർ ഏതൊക്കെ? ആദ്യം നമ്മൾ എടുത്തത് ഗ്ലാസ് റോഡും സിൽക്കും. ഒക്കെയാണ് ഗ്ലാസ് റോഡും സിൽക്കും ആണ് എടുത്തത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്, ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ്. ഇവിടെ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ ലോസ് ആവുന്നു. ഗ്ലാസ് റോഡും സിൽക്കും പരസ്പരം എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലോസ് ആവുന്നു, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് ലഭിക്കും? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നുണ്ടല്ലോ ഗ്ലാസ് റോഡിൽ. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഏത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് അല്ലേ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്ന ആർക്കാണ്? ഗ്ലാസ് റോഡിന്. നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് സിൽക്കിന്. സിൽക്കിൻ്റെ ഉള്ളിലോട്ടാണ് ഇലക്ട്രോൺസ് കിട്ടുന്നത് അല്ലേ. സിൽക്ക് എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിനാണ് ഇലക്ട്രോൺസ് ലഭിക്കുന്നത്. അപ്പം സിൽക്കിന് ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജും ഗ്ലാസ് റോഡിന് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജും. കാരണം ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ്, ഗ്ലാസ് റോഡിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അടുത്ത 2ഉം 3ഉം നമ്മൾ ഇതേപോലെ എഴുതണം. നോക്കിയോളൂ, ഇതെവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. എബണൈറ്റും വൂളൻ ക്ലോത്തും. അടുത്ത ഏതൊക്കെയാണ് 2 വസ്തുക്കൾ? എബണൈറ്റ് എന്ന് പറഞ്ഞ വസ്തു, പിന്നെ വൂളൻ ക്ലോത്ത് എന്ന്. എബണൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബറിൻ്റെ ഒരു രൂപമാണ് കേട്ടോ. റബ്ബറിൻ്റെ ഒരു രൂപമാണ്. റബ്ബർ വൾക്കനൈസ്ഡ് റബ്ബർ പോലെയൊക്കെ ഉള്ള ഒരു രൂപമാണ്. നല്ല കാഠിന്യമുള്ള റബ്ബർ, അതിനെയാണ് എബണൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എബണൈറ്റും വൂളൻ ക്ലോത്തും, കമ്പിളി വസ്ത്രവും, അവ തമ്മിൽ പരസ്പരം ഉരസുന്നു. അപ്പോൾ അവിടെ വൂളൻ ക്ലോത്ത് ലോസസ് ഇലക്ട്രോൺ. വൂളൻ ക്ലോത്തിനാണ് ഇലക്ട്രോൺ ലോസ് ആവുന്നത്. അപ്പോൾ വൂളൻ ക്ലോത്തിന് അല്ലെങ്കിൽ കമ്പിളിക്ക് ഇലക്ട്രോൺ ലോസ് ആവുമ്പോൾ എന്ത് ചാർജാണ് ലഭിക്കുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് വൂളൻ ക്ലോത്തിനും, നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് എബണൈറ്റിനും. ഓക്കെ ആണല്ലോ. അടുത്തത് റബ്ബറും വൂളൻ ക്ലോത്തും. നമ്മൾ നോർമൽ റബ്ബർ ഉണ്ടല്ലോ, റബ്ബറും വൂളൻ ക്ലോത്തും പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വൂളൻ ക്ലോത്തിനാണ് ഇലക്ട്രോൺ ലോസ് ആവുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് വൂളൻ ക്ലോത്തിനാണ്. അപ്പോൾ അവിടെ വൂളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, റബ്ബറിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി മലയാളം മീഡിയത്തിൻ്റെതേ, ഉരസാൻ ഉപയോഗിച്ച ജോഡി വസ്തുക്കളും അവയ്ക്കിടയിലെ ഇലക്ട്രോൺ കൈമാറ്റവും ലഭിക്കുന്ന ചാർജ്. ജോഡി വസ്തുക്കൾ, ഒന്നാമത്തത് ഗ്ലാസ് റോഡ്, സിൽക്ക്. ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, സിൽക്കിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അടുത്ത എബണൈറ്റും കമ്പിളി. എബണൈറ്റും കമ്പിളിയും പരസ്പരം ഉരസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പം കമ്പിളിക്ക് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവും എബണൈറ്റിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവും. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇനി റബ്ബറും കമ്പിളിയും. റബ്ബറും എബണൈറ്റ് എന്നുള്ള ഇറ്റ് താഴായി പോയിട്ടാ, നിങ്ങൾ എഴുതിക്കൊള്ളണേ എബണൈറ്റ് എന്നവിടെ. റബ്ബറും കമ്പിളിയും തമ്മിൽ പരസ്പരം ഉരസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ കമ്പിളിക്ക് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവും, പിന്നെ നെഗറ്റീവ് ചാർജ് ആർക്കാണ് ലഭിക്കുന്നത്? റബ്ബറിന് അല്ലേ. റബ്ബറിന് നെഗറ്റീവ് ചാർജും കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും. ഓക്കെ ആണല്ലോ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യനെ, ഹാങ് 2 റബ്ബർ ബലൂൺസ് ടച്ചിങ് ഈച്ച് അതർ.
2 റബ്ബർ ബലൂൺ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹാങ് ചെയ്യുക, തൂക്കിയിടുക. എന്നിട്ട് പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വേണം റബ്ബർ ബലൂൺസ് ഹാങ് ചെയ്യാൻ, അല്ലേ, ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. റബ് ദം ടുഗദർ വിത്ത് എ പീസ് ഓഫ് വൂൾ ഇൻ ബിറ്റ്വീൻ. എന്നിട്ട് അവയ്ക്കിടയിൽ ഒരു വൂൾ എടുക്കുക. വൂളെന്ന് പറയുക, പീസ് ഓഫ് വൂൾ എന്ന് വെച്ചാൽ ഒരു പീസ് കമ്പിളി വസ്ത്രം എടുക്കുക. എന്നിട്ട് അവ ഇങ്ങനെ റബ്ബ് ചെയ്യുക. ആ കമ്പിളി വസ്ത്രത്തിൽ 2 ബലൂണിനെയും പരസ്പരം റബ്ബ് ചെയ്യുക. ഫിഗർ 10.7 കണ്ടോ, 10.7 ഫസ്റ്റ് ഫിഗർ കണ്ടോ, അതിൽ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പിളി വസ്ത്രം വെച്ചിട്ട് ആ 2 ബലൂണിനെയും പരസ്പരം റബ്ബ് ചെയ്യണം. റിമൂവ് ദ വൂൾ അങ്ങ് റിമൂവ് ചെയ്യുക. ക്യാൻ യു സീ ദ ബലൂൺ റിപ്പല്ലിങ് ഈച്ച് അതർ? നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫിഗർ 10.7 കണ്ടോ, ആ 2 ബലൂൺസും പരസ്പരം റിപ്പൽ ചെയ്യുന്നത് കാണാൻ കഴിയും, അല്ലേ, വികർഷിക്കുന്നു, അല്ലേ, പരസ്പരം റിപ്പൽ ചെയ്ത് പോകുന്നത് നമുക്ക് ആ ഫിഗർ 10.7 കാണാൻ കഴിയും. കണ്ടല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചാർജ് ഡു ബലൂൺസ് ഗെയിൻ വെൻ റബ്ഡ് വിത്ത് വൂൾ? വൂളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഈ ബലൂണിന് എന്ത് ചാർജാണ് ലഭിക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ ആ വൂളുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ബലൂണിന് എന്ത് ചാർജാണ് ലഭിച്ചത്? ഈ ഫിഗറിൽ ഏത് ചാർജാണ് കൊടുത്തിട്ടുള്ളത്? നെഗറ്റീവ് ചാർജ്, അല്ലേ. അപ്പം ആ 2 ബലൂണ് പരസ്പരം ആ വൂളിൽ റബ്ബ് ചെയ്തപ്പോൾ ആ ബലൂണിന് ലഭിച്ച ചാർജ് എന്ന് പറയുന്നത് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. ഏതാണ്? നെഗറ്റീവ് ചാർജ്. കണ്ടല്ലോ. ഇനി വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദം? ഇവിടെ ഈ റിപ്പൾഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ബോത്ത് ബലൂൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. 2 ബലൂണും നെഗറ്റീവ്ലി ചാർജ്ഡായി, അല്ലേ, നെഗറ്റീവ് ചാർജ് ഉള്ളവയായി മാറി. സോ ദേ റിപ്പൽ ചെയ്തത്, അതുകൊണ്ടാണ് അവ പരസ്പരം റിപ്പൽ ചെയ്തത്, വികർഷിച്ചത്. ഫ്രം ദിസ്, ഇതിൽ നിന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കും. എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഒരേപോലെയുള്ള ചാർജ് പരസ്പരം എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു, പരസ്പരം വികർഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? ഇനി ബ്രിങ് ദ റബ്ബഡ് പാർട്ട് ഓഫ് ദ വൂൾ നിയർ ദ ബലൂൺ, വാട്ട് ഡു യു ഒബ്സർവ്? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നേരത്തെ റബ്ബ് ചെയ്ത കമ്പിളി വസ്ത്രം ഉണ്ടല്ലോ, അത് ഈ ബലൂണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്ത് നിരീക്ഷിക്കും? നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നു? ഇസ് ദ ബലൂൺ അട്രാക്റ്റഡ് ടു ദ വൂൾ? ആ വൂളിൻ്റോട്ട് ഈ ബലൂൺ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ? ആൻസറാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ ദ റബ്ബഡ് പാർട്ട് ഓഫ് ദ വൂൾ ഈസ് ബ്രോട്ട് നിയർ ദ ബലൂൺ. ആ റബ്ബഡ് പാർട്ട് ഓഫ് ദ വൂളിൻ്റെ റബ്ബ് ചെയ്ത ആ പാർട്ട് ആ ബലൂണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദ ബലൂൺ ഈസ് അട്രാക്റ്റഡ് ടു ദ വൂൾ. ആ ബലൂൺ ആ വൂളിലോട്ട് അട്രാക്റ്റഡ് ആവുന്നു, അല്ലേ. ആ കമ്പിളി വസ്ത്രത്തിലേക്ക് ബലൂൺ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ആവുന്നു, ആകർഷിക്കപ്പെടുന്നു. കാരണം എന്തായിരിക്കും? വൂളിന് കിട്ടിയത് പോസിറ്റീവ് ചാർജും ബലൂണിന് കിട്ടിയത് നെഗറ്റീവ് ചാർജുമാണ്. അവ പരസ്പരം റബ്ബ് ചെയ്തപ്പോൾ, വൂളും ബലൂണും തമ്മിൽ പരസ്പരം റബ്ബ് ചെയ്തപ്പോൾ വൂളിന് കിട്ടിയത് പോസിറ്റീവ് ചാർജും ബലൂണിന് കിട്ടിയത് നെഗറ്റീവ് ചാർജുമാണ്. അതുകൊണ്ടാണ് ആ ബലൂൺസിന് 2നും നെഗറ്റീവ് ചാർജ് കിട്ടി. അതുകൊണ്ടാണ് അവ പരസ്പരം റിപ്പൽ ചെയ്തത്. എന്നാൽ വൂളിന് കിട്ടിയത് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് ആ ബലൂൺ ആ വൂളിലോട്ട് അട്രാക്റ്റഡ് ആയത്. അപ്പോൾ എന്താണ്? ഇതെവിടെ കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മൾ എഴുതിയത്. വെൻ ദ റബ്ബഡ് പാർട്ട് ഓഫ് ദ വൂൾ ഈസ് ബ്രോട്ട് നിയർ ദ ബലൂൺ. ബലൂണിൻ്റെ അടുത്തേക്ക് ആ വൂളിൻ്റെ റബ്ബ് ചെയ്ത പാർട്ട് കൊണ്ടുവരുമ്പോൾ ദ ബലൂൺ ഈസ് അട്രാക്റ്റഡ് ടു ദ വൂൾ. വൂളിൻ്റെ തൊട്ട് ബലൂൺ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റഡ് ആവുന്നു, ആകർഷിക്കപ്പെടുന്നു. ഇനി വാട്ട് ചാർജ് ഡസ് ദ വൂൾ ഗെയിൻ ആഫ്റ്റർ റബ്ബിങ്? റബ്ബ് ചെയ്തതിന് ശേഷം വൂളിന് എന്ത് ചാർജാണ് കിട്ടിയത്? പോസിറ്റീവ് ചാർജ്, അല്ലേ. വൂളിന് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. ഇനി വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ബലൂൺ ആൻഡ് വൂൾ? ബലൂണും വൂളും തമ്മിലുള്ള അട്രാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ദ വൂൾ ഗെയിൻസ് പോസിറ്റീവ് ചാർജ്. വൂളിന് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. ആൻഡ് ദ ബലൂൺ ഗെയിൻസ് നെഗറ്റീവ് ചാർജ്. ബലൂണിന് നെഗറ്റീവ് ചാർജും കിട്ടി. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അൺലൈക്ക് ചാർജസ്, അല്ലേ, ഒരേപോലെ അല്ലാത്ത ചാർജുകൾ, അല്ലേ, വ്യത്യസ്ത തരം ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. സോ ദ വൂൾ ആൻഡ് ദ ബലൂൺ ആർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. അതുകൊണ്ടാണ് വൂളും ബലൂണും പരസ്പരം അട്രാക്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റഡ് ടു ഈച്ച് അതർ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. മനസ്സിലായോ? ഒരേപോലെയുള്ള ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നു, വ്യത്യസ്ത തരം ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു. ഇനി എൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുക. അതിൻ്റെ അകത്ത് ഈ ഓരോ ക്വസ്റ്റ്യനും ഉണ്ട്, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. 2 റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. കമ്പിളി മാറ്റുക. ബലൂണുകൾ തമ്മിൽ വികർഷിക്കുന്നില്ലേ? നോക്കുക, അതിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. 10.7 നമ്മൾ റബ്ബ് ചെയ്യുന്ന ഫിഗറാണ്, ഉരസുന്ന ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഫിഗർ 10.7 ആ വൂൾ അങ്ങ് മാറ്റുന്നു. അപ്പോൾ പരസ്പരം ബലൂണുകൾ എന്ത് ചെയ്യുന്നു? വികർഷിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ, റിപ്പൽ ചെയ്യുന്നു.
കമ്പിളി കൊണ്ട് ഉരസുമ്പോൾ ബലൂണുകൾക്ക് ഏത് ചാർജാണ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജ്. അത് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ടോ, ആ ബലൂണിൽ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ റബ്ബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബലൂണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവ പരസ്പരം വികർഷിക്കുന്നതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? രണ്ട് ബലൂണുകളും നെഗറ്റീവ് ചാർജുള്ളവയാണ്, അതിനാൽ അവ പരസ്പരം അകലുന്നു. ഇതിൽ നിന്നും സജാതീയ ചാർജുകൾ എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ചാർജുകൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ സജാതീയ എന്ന് പറയുന്ന പദം. അപ്പോൾ സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത, ഉരസിയ ശേഷം കമ്പിളിക്ക് ഏത് ചാർജാണ് ലഭിക്കുന്നത്? ബലൂണിന് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കമ്പിളിക്ക് ഏത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ഇനി ബലൂണും കമ്പിളിയും ആകർഷിക്കപ്പെടുന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും ബലൂണിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. വിജാതീയ ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു. അതായത് വ്യത്യസ്ത തരം ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കമ്പിളിയും ബലൂണും പരസ്പരം ആകർഷിക്കപ്പെടുന്നത്. മനസ്സിലായില്ല? അടുത്ത ക്വസ്റ്റ്യന്, അടുത്തത് മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഫുൾ എക്സ്പെരിമെൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റണം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പ്ലേസ് എ ഫ്യൂ തെർമോക്കോൾ ബോൾസ് ഇൻ എ പ്ലാസ്റ്റിക് ട്രേ. ഒരു പ്ലാസ്റ്റിക് ട്രേ എടുക്കാം, ഒരു പ്ലാസ്റ്റിക് പാത്രം, കണ്ടോ ഈ ഫിഗറിൽ കാണിച്ചതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് തെർമോക്കോൾ ബോൾസ് നമ്മൾ ഇടുക. അറേഞ്ച് എ ട്രാൻസ്പാരൻറ്റ് അക്രലിക് ഷീറ്റ് ഓൺ ദ ട്രേ. എന്നിട്ട് ആ ട്രേയുടെ മുകൾ ഭാഗത്ത് ഒരു അക്രലിക് ഷീറ്റ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള, നല്ല സുതാര്യമായിട്ടുള്ള, അതായത് അതിൻ്റെ അകത്തുള്ള തെർമോക്കോൾ ബോൾസ് കാണുന്ന വിധത്തിലുള്ള ഒരു അക്രലിക് ഷീറ്റ് ആ ട്രേയുടെ മുകളിൽ നമ്മൾ ഒന്ന് വിരിക്കുക, ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ചാർജ് ദ അക്രലിക് ഷീറ്റ് ബൈ റബ്ബിങ് ഇറ്റ് വിത്ത് വൂൾ ബൈ ഹാൻഡ്. നമ്മൾ വൂളുണ്ടല്ലോ, കമ്പിളി വസ്ത്രം എടുത്തിട്ട് ഈ അക്രലിക് ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റബ്ബ് ചെയ്യുക. നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ഒന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ എന്താവുന്നു? അക്രലിക് ഷീറ്റ് ചാർജ്ഡ് ആവുന്നു. ഇനി എന്താ ചെയ്യണം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡസൻ ദ അക്രിലിക് ഷീറ്റ് അട്രാക്ട് ദ തെർമോക്കോൾ ബോൾസ്. ആ തെർമോക്കോൾ ബോൾസിനെ ഈ അക്രിലിക് ഷീറ്റ് അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനിക്കാം, എന്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം? ആൻസറാണ് അതാ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ. യെസ്, ദ അക്രിലിക് ഷീറ്റ് അട്രാക്ട്സ് ദ തെർമോക്കോൾ ബോൾസ്. തെർമോക്കോൾ ബോളിനെ ഈ അക്രിലിക് ഷീറ്റ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ചാർജ്ഡ് ഒബ്ജക്ട്സ് ഹാവ് ദ എബിലിറ്റി ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്ട്സ്. ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഹാവ് ദ എബിലിറ്റി, ഒരു എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. എന്തിനുള്ള കഴിവുണ്ട്? ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്ട്സ്. ന്യൂട്രൽ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ വരെ പഠിച്ചത് എന്തായിരുന്നു? ഒരു വിപരീത ചാർജുള്ള, ഓപ്പോസിറ്റ് ചാർജുള്ളവയാണ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നത്. ഒരേപോലത്തെ ചാർജുള്ളവ പരസ്പരം റിപ്പൽ ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ മറ്റൊരു ഫാക്റ്റാണ് പഠിക്കുന്നത്. എന്താണ് നമ്മൾ പഠിച്ച ഫാക്റ്റ്? ചാർജ്ഡ് ഒബ്ജക്റ്റ്, ചാർജായ ഒബ്ജക്റ്റ്. ഇവിടെ അക്രലിക് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ഒബ്ജക്റ്റ് ആണ്. ഈ ചാർജ്ഡ് ഒബ്ജക്റ്റിന് ഒരു ചാർജും ഇല്ലാത്ത നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള തെർമോക്കോൾ ബോൾസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ആൻസർ മനസ്സിലായോ? യെസ്, ദ അക്രിലിക് ഷീറ്റ് അട്രാക്ട്സ് ദ തെർമോക്കോൾ ബോൾസ്. ഇവിടെ തെർമോക്കോൾ ബോൾസിനെ അക്രിലിക് ഷീറ്റ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. കാരണം എന്താണ്? ബിക്കോസ് ചാർജ്ഡ് ഒബ്ജക്ട്സ് ഹാവ് ദ എബിലിറ്റി. ചാർജായ ഒബ്ജക്റ്റിന് എബിലിറ്റി ഉണ്ട്. എന്തിൻ്റെ എബിലിറ്റി ഉണ്ട്? എന്ത് കഴിവുണ്ട്? ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്ട്. ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ, ഇവിടെ ന്യൂട്രൽ ഒബ്ജക്റ്റ് ആരാണ്? തെർമോക്കോൾ ബോൾസ്. ഈ തെർമോക്കോൾ ബോൾസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നോക്കിയോളൂ. ഹിയർ ദ അക്രിലിക് ഷീറ്റ് ഈസ് ദ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇവിടെ അക്രിലിക് ഷീറ്റാണ് ചാർജ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ വൂൾ വെച്ചിട്ട് റബ്ബ് ചെയ്ത് തന്നെ ചാർജ്ഡ് ആക്കി അല്ലേ? ചാർജ്ഡ് ഒബ്ജക്റ്റ്. ആൻഡ് ദ അൺചാർജ്ഡ് ഒബ്ജക്റ്റ്, ചാർജ് ആവാത്ത ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ തെർമോക്കോൾ ബോൾസ് ആണ്. സോ ദ ചാർജ്ഡ് അക്രിലിക് ഷീറ്റ് അട്രാക്റ്റഡ് ദ അൺചാർജ്ഡ് തെർമോക്കോൾ. അതുകൊണ്ട് ഇവിടെ ചാർജ്ഡ് ആയിട്ടുള്ള അക്രിലിക് ഷീറ്റ് എന്ത് ചെയ്യുന്നു? അൺചാർജ്ഡ് ആയിട്ടുള്ള തെർമോക്കോൾ ബോൾസിനെ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. നോക്കിയോളൂ. ഒരു പ്ലാസ്റ്റിക് ട്രേയിൽ ഏതാനും തെർമോക്കോൾ ബോളുകൾ ഇടുക. ട്രേക്ക് മുകളിലായി സുതാര്യമായ ഒരു അക്രിലിക് ഷീറ്റ് ക്രമീകരിക്കുക. ചിത്രം 10.9 ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അക്രിലിക് ഷീറ്റ് കമ്പിളി കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഉരസി ചാർജ് ചെയ്യുക. കമ്പിളി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒക്കെ ഉരസി നമ്മൾ എന്ത് ചെയ്യുന്നതിനെ ചാർജ് ചെയ്യണം. തെർമോക്കോൾ ബോളുകളെ അക്രിലിക് ഷീറ്റ് ആകർഷിക്കുന്നില്ലേ? ആകർഷിക്കുന്നുണ്ട് അല്ലേ? എന്ത് അനുമാനിക്കാതിൽ നിന്നുള്ള അനുമാനം നമ്മൾ എഴുതണം. അതെ, അക്രിലിക് ഷീറ്റ് തെർമോക്കോളുകളെ ആകർഷിക്കുന്നു. അക്രിലിക് ഷീറ്റ് എന്ത് ചെയ്യുന്നു? തെർമോക്കോളിനെ ആകർഷിക്കുന്നു. എന്തുകൊണ്ടാണ്? ചാർജുള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അക്രിലിക് ഷീറ്റ് തെർമോക്കോളിനെ ആകർഷിച്ചത്. ഇവിടെ അക്രിലിക് ഷീറ്റാണ് ചാർജുള്ള വസ്തു, ചാർജ് ഇല്ലാത്ത വസ്തു തെർമോക്കോളും ആണ്. അതിനാൽ ചാർജുള്ള അക്രിലിക് ഷീറ്റ് ചാർജ് ഇല്ലാത്ത തെർമോക്കോളുകളെ ആകർഷിച്ചു.
അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു ഐഡൻറ്റിഫൈ ചാർജ് ഓഫ് ഒബ്ജക്ട്സ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് തിരിച്ചറിയാനുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാർഗം ഏതാണ്? ഈസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ? അത് അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഒരു വസ്തു അതിൻ്റെ ചാർജ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും യോജിച്ച മാർഗം ഏതാണ്? അത് ആകർഷണമാണോ വികർഷണമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആൻസർ എന്ന് പറയുന്നത് റിപ്പൽഷൻ അല്ലെങ്കിൽ വികർഷണമാണ് കേട്ടോ. വികർഷണമാണ് ഒരു വസ്തുവിൻ്റെ ചാർജ് അറിയാനുള്ള ഏറ്റവും യോജിച്ച മാർഗം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനെ, എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാസ് ദ എബിലിറ്റി ടു അട്രാക്ട് ഓബ്ജക്ട്സ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാർജസ്? ഒരു പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് താഴെ തന്നിട്ടുള്ളതിൽ ഏതെല്ലാം ചാർജുകളുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്? ഏതൊക്കെ ചാർജുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിന്? നോക്കിയോളൂ, ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ന്യൂട്രൽ. അതായത് ഒരു പോസിറ്റീവ് ചാർജുള്ള വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടോ? അതുപോലെ പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് നെഗറ്റീവ് ചാർജുള്ള വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടോ? പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവില്ല. കാരണം അവ രണ്ടും ഒരേപോലത്തെ ചാർജാണ് അല്ലേ. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള കഴിവില്ല. പക്ഷേ പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് നെഗറ്റീവ് ചാർജുള്ള വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് ന്യൂട്രൽ ആയിട്ടുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ നേരത്തെ ആ തെർമോക്കോളിൻ്റെയും പ്ലാസ്റ്റിക് ട്രേയുടെയും ആക്രിലിക് ഷീറ്റിൻ്റെയും എക്സാമ്പിൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിന് ഏതൊക്കെ ചാർജുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്? നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, ന്യൂട്രൽ ആയിട്ടുള്ളത് അവയെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ആൻസർ എഴുതിയേക്കുന്നത് ബി ആൻഡ് സി എന്ന്. ഇനി ഈ പോസിറ്റീവ് മാറ്റിയിട്ട് അവിടെ നെഗറ്റീവാണ് കൊടുത്തിരുന്നെങ്കിൽ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഹാസ് ദ എബിലിറ്റി ടു അട്രാക്ട് ഒബ്ജക്ട്സ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാർജസ് എന്ന് എഴുതുമായിരുന്നു ആൻസർ. അവിടെ നമ്മൾ എഴുതാനുള്ള ആൻസർ നെഗറ്റീവ് ചാർജുള്ള വസ്തുവിന് നെഗറ്റീവ് ചാർജുള്ള മറ്റൊരു വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവില്ല. പക്ഷേ നെഗറ്റീവ് ചാർജുള്ള വസ്തുവിന് പോസിറ്റീവ് ചാർജുള്ള വസ്തുവിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ ന്യൂട്രൽ ഒബ്ജക്റ്റിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ ആൻസർ പോസിറ്റീവും ന്യൂട്രലും എന്ന് വരും കേട്ടോ. മനസ്സിലായല്ലോ? നോക്കുള്ളൂ, പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിന് താഴെ പറയുന്ന ഏതെല്ലാം ചാർജുകളുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്? പോസിറ്റീവ് ചാർജുള്ള വസ്തുവിന് നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളെയും ന്യൂട്രൽ ആയിട്ടുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആൻസർ ബി ആൻഡ് സി. അടുത്ത ക്വസ്റ്റ്യനെ, ഡാഷ് ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്? ചാർജുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഊർജ്ജരൂപമാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി. ചാർജ് ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചാർജിൻ്റെ സാന്നിധ്യം മൂലമോ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, ബലത്തെ നമ്മളെന്താ പറയുന്നത്, ഒരു എനർജി ഫോഴ്സ് എന്താ പറയുന്നത്? വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയും. അടുത്തത് വാട്ട് ഈസ് ചാർജിങ്? എന്താണ് ചാർജിങ്? ചാർജിങ്ങിൻ്റെ മലയാളമാണ് വൈദ്യുതീകരണം. എന്താണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഓബ്ജക്ട്സ് ചാർജ്ഡ് ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് കോൾഡ് ചാർജിങ്. ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജുള്ളവയാക്കുന്നത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്ട്സ് ചാർജ്ഡ്. ഒരു ഒബ്ജക്റ്റിനെ ചാർജ്ഡ് ആക്കുന്നു, അല്ലെ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ചാർജുള്ളവയാക്കി മാറ്റുന്നു. എങ്ങനെയാണ്? ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ കൈമാറ്റം വഴി, ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെ ഒരു വസ്തുവിനെ ചാർജുള്ളതാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജുള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ചാർജിങ് അല്ലെങ്കിൽ വൈദ്യുതീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? എന്താണ് സ്ഥിത വൈദ്യുതി? നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്നാണ്. എന്താണ്? ഇഫ് ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ സച്ച് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഇലക്ട്രിക് ചാർജ്, ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഒരു വൈദ്യുത ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ്, ഒരേ സ്ഥാനത്ത് തന്നെ റിമൈൻസ് വെച്ചാൽ നിൽക്കുന്നു, ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു, വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ, അല്ലേ? അതിന് എന്താണ്? എങ്ങും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാതെ, വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ ചെയ്യാൻ കഴിയാതെ, അല്ലേ? ഒഴുകാൻ കഴിയാതെ, ചാർജിങ്ങിനെ ഒഴുകുക എന്ന് പറയും, അല്ലേ? ഫ്ലോ ചെയ്യാൻ കഴിയാതെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരേ പ്ലേസിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സച്ച് ഇലക്ട്രിസിറ്റി. അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഇലക്ട്രിക് ചാർജിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടും പോകാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്.
അപ്പോൾ ഇഫ് ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ്, ഒരേ പ്ലേസിൽ തന്നെ ഒരു ഇലക്ട്രിക് ചാർജ് നിൽക്കുന്നു വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഫ്ലോ, അല്ലേ, അതിന് എന്താണ് ഫ്ലോ ചെയ്യാൻ കഴിയാതെ, ഒഴുകാൻ കഴിയാതെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നുവെങ്കിൽ സച്ച് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നു. ഇൻസുലേറ്റേഴ്സ് ഗെറ്റ് ചാർജ് ബൈ, ഇൻസുലേറ്റേഴ്സ് ചാർജ്ഡ് ആവുന്നത് എങ്ങനെയാണ്, വിത്ത് സൂറ്റബിൾ സബ്സ്റ്റൻസസ്, ഏതെങ്കിലും ഒരു സൂറ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട് എന്ത് ചെയ്യുന്നതിലൂടെയാണ് ഇൻസുലേറ്റേഴ്സ് ചാർജ്ഡ് ആവുന്നത്, റബ്ബിങ്ങിലൂടെ, അല്ലേ. നമ്മൾ നേരത്തെ തന്നെ ആ പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തു. പ്ലാസ്റ്റിക് സ്കെയിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്, അവയ്ക്ക് എന്തിനാ കഴിവില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതെന്താണ്, ഒരു ഇൻസുലേറ്ററാണ്. പക്ഷേ ഈ ഇൻസുലേറ്റർ നമ്മൾ നമ്മുടെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുമ്പോൾ അവയ്ക്ക് അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി അവിടെ ലഭിക്കുന്നു. ആ ഇലക്ട്രിസിറ്റിയുടെ ഫലമായിട്ടാണ് ആ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളെ അവ എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അവയ്ക്ക് അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ലഭിച്ചു, അല്ലേ. അത് ഏത് വഴിയാണ് ലഭിച്ചത്, ഏത് പ്രോസസ്സ് വഴിയാണ്, റബ്ബിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഇൻസുലേറ്റർ ആയിട്ടുള്ള ആ പ്ലാസ്റ്റിക് സ്കെയിൽ എന്തായത്, ഒരു കണ്ടക്ടറായിട്ട് മാറിയത്. ഇൻസുലേറ്റേഴ്സ് ഗെറ്റ് ചാർജ് ബൈ, ഇൻസുലേറ്റേഴ്സ് ചാർജ് ആവുന്നത് എങ്ങനെയാണ്, ബൈ റബ്ബിങ്ങിലൂടെ, അല്ലെങ്കിൽ ഉരസലിലൂടെയാണ് ഇൻസുലേറ്റേഴ്സ് ചാർജ് ആവുന്നത് വിത്ത് സൂറ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട്. ഒരു ഇൻസുലേറ്റർ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് അത് ചാർജ്ഡ് ആകുന്നു. അപ്പോൾ അനുയോജ്യമായ രണ്ട് വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ ഇൻസുലേറ്ററുകളിൽ വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് നടക്കുന്നു. അടുത്തത്, വാട്ട് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ്, ചാർജിങ്ങിൻ്റെ 3 മെത്തേഡ്സ്, 3 രീതിയിൽ നമുക്ക് ചാർജിങ് നടത്താം അല്ലെങ്കിൽ വൈദ്യുതീകരണം നടത്താം. ഏതൊക്കെയാണ് ആ 3 മെത്തേഡ്സ്? ഒന്നാമത്തത് ചാർജിങ് ബൈ റബ്ബിങ്ങിലൂടെ നമുക്ക് ചാർജ് ചെയ്യാം. 2 ചാർജിങ് ബൈ കണ്ടക്ഷനിലൂടെ ചാർജ് ചെയ്യാം, സമ്പർക്കം മുഖേന. അടുത്ത മൂന്നാമത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ്? ചാർജിങ് ബൈ റബ്ബിംഗ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. റബ്ബിങ്ങിൻ്റെ കേസാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്, അല്ലേ. റബ്ബ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചാർജ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി നമുക്ക് കണ്ടക്ഷൻ മുഖേനയും ഇൻഡക്ഷൻ മുഖേനയും എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മളിനി വരുന്ന വഴിക്ക് പഠിക്കും, കേട്ടോ. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ചാർജിങ് അല്ലെങ്കിൽ വൈദ്യുതീകരണം നടത്താം. ഏതെല്ലാമാണവ? ഉരസൽ മുഖേനയുള്ള ചാർജിങ്, സമ്പർക്കം മുഖേനയുള്ള ചാർജിങ്, പ്രേരണം മുഖേനയുള്ള ചാർജിങ്. അടുത്തായിട്ട് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ മുഖേനയുള്ള ചാർജിങ്, അല്ലെങ്കിൽ എന്താണ്, സമ്പർക്കം മുഖേനയുള്ള ചാർജിങ്. അതായത് നമ്മൾ പരസ്പരം ടച്ച് ചെയ്യുന്നത് മൂലം ചാർജിങ് നടക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ഹാങ് 2 pith balls by a thread in such a way that they touch each other. അതായത് ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ, കണ്ടോ, 2 പിത്ത് ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്തിടുക, ഒരു ത്രെഡ് ഉപയോഗിച്ച് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹാങ് ചെയ്തിടുക, തൂക്കിയിടുക. എന്നിട്ട് എന്താ പറഞ്ഞത്, എന്നിട്ട് അവ പരസ്പരം ടച്ച് ചെയ്യണം. അവ പരസ്പരം ടച്ച് ചെയ്യുന്ന വിധത്തിൽ 2 പിത്ത് ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്യുക. ലുക്ക് അറ്റ് ഫിഗർ 10.11a. കണ്ടോ, ആ 10.11a കാണിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഹാങ് ചെയ്തിടാനുള്ളത്. റബ് എ ഗ്ലാസ് റോഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്. ഒരു സിൽക്ക് ക്ലോത്ത് എടുക്കുക. സിൽക്ക് ക്ലോത്ത് എടുത്തിട്ട് ഒരു ഗ്ലാസ് റോഡ് എടുക്കുക. എന്നിട്ട് അവ പരസ്പരം റബ്ബ് ചെയ്യുക. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, സിൽക്കിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡിന് എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആണല്ലോ. ആൻഡ് ടച്ച് ഇറ്റ് ടു ദ പിത്ത് ബോൾസ്. ഈ പിത്ത് ബോൾസിൽ അവ എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ അവയ്ക്ക് എന്ത് ലഭിക്കുന്നു? വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നു? ലുക്ക് അറ്റ് ഫിഗർ 10.11b. 10.11b നോക്ക്, കണ്ടോ എന്താ സംഭവിച്ചത്? ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് ഈ പിത്ത് ബോളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് പിത്ത് ബോളിന് ഏത് ചാർജ് ലഭിക്കും? ഗ്ലാസ് റോഡിന് ഇപ്പോൾ ഏത് ചാർജാണ് ഉള്ളത്? പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ പിത്ത് ബോളിന് എന്ത് ലഭിക്കും? ഈ പോസിറ്റീവ് ചാർജ് ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആ 2 പിത്ത് ബോളിനും എന്ത് ചാർജാണ് ലഭിച്ചത്? പോസിറ്റീവ് ചാർജാണ് ലഭിച്ചത്. എവിടെ നിന്ന്? ആ ഗ്ലാസ് റോഡിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് ലഭിച്ചു. അപ്പോൾ അവ പരസ്പരം എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, വികർഷിക്കും. കണ്ടോ, അവ രണ്ടും 2 വഴിക്ക് പോകുന്നത് കണ്ടോ? ഇതിൻ്റെയൊക്കെ ആൻസർ വിശദമായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യം. നോക്കിയോളൂ. ഇനി അടുത്ത, എഗൈൻ ബ്രിങ് ദ ഗ്ലാസ് റോഡ് നിയർ ദ പിത്ത് ബോൾസ്. ഇനി വീണ്ടും ഈ ഗ്ലാസ് റോഡിനെ പിത്ത് ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ആസ് ഇൻ ദ ഫിഗർ 10.11c. 10.11cയിൽ കാണുന്നത് പോലെ ഈ ഗ്ലാസ് റോഡ് പിത്ത് ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താ കാണാൻ കഴിയുന്നത്? പിത്ത് ബോളിന് ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്? പോസിറ്റീവ് ചാർജാണ്. ഗ്ലാസ് റോഡ് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ രണ്ടും ലൈക്ക് ചാർജസ് ആണല്ലോ, ഒരേപോലത്തെ 2 ചാർജസ് ആണല്ലോ. അപ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്യും? അവ തമ്മിൽ വികർഷിക്കും, റിപ്പൽ ചെയ്യും, അല്ലേ? അപ്പോൾ പിത്ത് ബോളും ഗ്ലാസ് റോഡും എന്ത് ചെയ്യുന്നു? വികർഷിക്കും, അല്ലെങ്കിൽ പരസ്പരം റിപ്പൽ ചെയ്യുന്നു.
ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതാ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒബ്സർവേഷൻ എന്താണോ അത് എഴുതണം. അപ്പോൾ ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്തതിന് ശേഷം ബിറ്റ്വീൻ ദ പിറ്റ് ബോൾസ്, ആ രണ്ട് പിറ്റ് ബോൾസും പരസ്പരം എന്താവുന്നു? ഗ്ലാസ് റോഡ് പിറ്റ് ബോളിൽ ടച്ച് ചെയ്തതിന് ശേഷം ആ രണ്ട് പിറ്റ് ബോളും പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ? അവിടെ എന്ത് നടക്കും? റിപ്പൽഷൻ നടക്കും അല്ലേ? അവിടെ അട്രാക്ഷൻ അല്ല നടക്കുന്നത്, റിപ്പൽഷൻ ആണ്. പരസ്പരം റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഫിഗർ 10.11b കൊടുത്തിട്ടുണ്ട്. ഇനി ബിറ്റ്വീൻ ദ പിറ്റ് ബോൾസ് ആൻഡ് ദ ഗ്ലാസ് റോഡും പിറ്റ് ബോൾസും തമ്മിൽ എങ്ങനെയായിരിക്കും? അവ തമ്മിലും അട്രാക്ഷൻ ആയിരിക്കുമോ റിപ്പൽഷൻ ആയിരിക്കുമോ? റിപ്പൽഷൻ ആയിരിക്കും അല്ലേ? പരസ്പരം അവയ്ക്ക് ഒരേ ചാർജാണുള്ളത്, പോസിറ്റീവ് ചാർജാണുള്ളത്. പിറ്റ് ബോളിനും പോസിറ്റീവ് ചാർജ്, ഗ്ലാസ് റോഡിനും പോസിറ്റീവ് ചാർജ്. അപ്പോൾ അവ പരസ്പരം എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ അവിടെ റിപ്പൽഷനാണ് നടക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് കണ്ടോ. ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്തതിന് ശേഷം ബിറ്റ്വീൻ ദ പിറ്റ് ബോൾസ്, ആ പിറ്റ് ബോൾസ് പരസ്പരം, അതായത് ഫിഗർ 10.11b പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? റിപ്പൽഷൻ. ഇനി ബിറ്റ്വീൻ ദ പിറ്റ് ബോൾസ് ആൻഡ് ദ ഗ്ലാസ് റോഡും പിറ്റ് ബോൾസും തമ്മിൽ ഫിഗർ 10.11cയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവിടെയും റിപ്പൽഷനാണ് നടക്കുന്നത്. കണ്ടോ, വികർഷണമാണ് നടക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ചാർജ് ഡസ് എ ഗ്ലാസ് റോഡ് അക്യോ വെൻ റാപ്ഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്? ഒരു സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ ഗ്ലാസ് റോഡിന് കിട്ടുന്ന ചാർജ് ഏതാണെന്ന്? ഏത് ചാർജാണ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ്. കാരണം ഈ ഫിഗർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. കണ്ടോ, ഇവിടെ ഈ ഗ്ലാസ് റോഡിൽ പോസിറ്റീവ് ചാർജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി അക്കോർഡിംഗ് ടു ദ ടേബിൾ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദി പിറ്റ് ബോൾസ്? ആ ടേബിൾ അനുസരിച്ച് ഈ പിറ്റ് ബോളിൻ്റെ ചാർജ് എന്താണ്? ഗ്ലാസ് റോഡ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ പിറ്റ് ബോളിന് എന്ത് ചാർജ് കിട്ടുന്നു? ആ പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പം എന്താണ് പിറ്റ് ബോളിന് എന്ത് ചാർജാണ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ്. വെർ ദ പിറ്റ് ബോൾസ് ചാർജ് ഹിയർ ബൈ കോണ്ടാക്ട്, അതായത് ഇവിടെ പിറ്റ് ബോളുകൾക്ക് ചാർജ് ലഭിച്ചത് സമ്പർക്കം വഴിയല്ലേ, കോണ്ടാക്ട് വഴിയല്ലേ? ആണോ? യെസ്, അതെ. ഇവിടെ പിറ്റ് ബോളും ഗ്ലാസ് റോഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നപ്പോഴാണ് ഗ്ലാസ് റോഡിലുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് കിട്ടിയത്? പിറ്റ് ബോളിന് കിട്ടിയത്. From the picture given above, we understand that the pit ball has a positive charge. How did the pit ball get a positive charge? അതായത് ഈ പിക്ചറിൽ നിന്ന്, മുകളിൽ തന്നിട്ടുള്ള ആ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത എന്ത് കാര്യമാണ്? പിറ്റ് ബോളിന് എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? പിറ്റ് ബോളിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. എങ്ങനെയാണ് പിറ്റ് ബോളിന് ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ലഭിച്ചത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. Charging by conduction is a method of charging an object by touching it with a charged object. ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുന്നതിലൂടെ ചാർജ് ആകുന്ന ഒരു മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഈസ് എ മെത്തേഡ്, ഒരു മെത്തേഡാണ്. ഏതിൻ്റെ മെത്തേഡാണ്? ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ ചാർജിങ് നടക്കുന്നത്? ബൈ ടച്ചിങ് ഇറ്റ് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുന്നു. എങ്ങനെ? എന്ത് ഉപയോഗിച്ച്? വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആ ചാർജ് അല്ലാത്ത ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ചാർജ്ഡ് ആകുന്നു. ആ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ് മനസ്സിലായല്ലോ. ഇനി വെൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗ്ലാസ് റോഡ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുന്നു? ടച്ചസ് ആൻഡ് അൺചാർജ്ഡ് പിറ്റ് ബോൾ. അൺചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർജ് ഒന്നും ഇല്ലാത്ത പിറ്റ് ബോളിനെ എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. ആരാണ് ടച്ച് ചെയ്യുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് റോഡ്. ഓക്കെ ആണല്ലോ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കേഴ്സ്. അവിടെ എന്ത് നടക്കുന്നു? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നു അല്ലേ? ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. ആൻഡ് പിറ്റ് ബോൾ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്. അതിലൂടെ പിറ്റ് ബോൾ എന്തായി മാറുന്നു? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറുന്നു. പിറ്റ് ബോളിന് എന്ത് ലഭിക്കുന്നു? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ പിറ്റ് ബോളിന് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ലഭിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഡു യു മീൻ ബൈ ചാർജിങ് ബൈ കണ്ടക്ഷൻ? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ്. എങ്ങനെയാണ്? ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി കോൺടാക്ട് ചെയ്യുന്നു അല്ലേ? ഡയറക്റ്റ് ആയിട്ട് സ്പർശിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് സ്പർശിക്കുന്നു അല്ലേ? നേരിട്ടങ്ങ് സ്പർശിക്കുന്നു. അതുവഴി അൺചാർജ്ഡ് ആയിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് ചാർജ്ഡ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഹിയർ ദ ടു ഒബ്ജക്ട്സ് ദാറ്റ് കം ഇൻ ടു കോൺടാക്ട് വിൽ ഹാവ് സിമിലർ ചാർജസ്. അപ്പോൾ ഇവിടെ കോൺടാക്റ്റിൽ വരുന്ന ആ രണ്ട് ഒബ്ജക്റ്റിനും എന്താ
എന്തായിരിക്കും? ഒരേ സിമിലർ ചാർജ് ആയിരിക്കും, ഒരേ ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ്. ചാർജുള്ള വസ്തുവിന് ഏത് ചാർജാണോ ഉള്ളത് ആ ചാർജ് തന്നെയായിരിക്കും ചാർജ് ഇല്ലാത്ത വസ്തുവിനും ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ടിനും ഒരേ ചാർജ് ആയിരിക്കും ലഭിക്കുന്നത്. ഏത് വഴി? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ ചാർജിങ് ചെയ്യുന്നത് വഴി രണ്ട് ഓബ്ജക്റ്റിനും ഒരേ ചാർജ് ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ മലയാളം വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. 2 പിറ്റ് ബോളുകൾ പരസ്പരം തൊടുന്ന രീതിയിൽ നൂലിൽ തൂക്കിയിടുക. കണ്ടല്ലോ ചിത്രം 10.11a കണ്ടല്ലോ. ഇനി ഒരു ഗ്ലാസ് റോഡിനെ സിൽക്ക് തുണിയിൽ ഉരസി പിറ്റ് ബോളിൽ തൊടുവിക്കുക. ഒരു ഗ്ലാസ് റോഡ് എടുക്കുക, സിൽക്ക് തുണിയിൽ നന്നായിട്ട് ഉരസുക, എന്നിട്ട് അതിനെ പിറ്റ് ബോളിൽ തൊടുവിക്കണം. അപ്പം നമുക്ക് ഇവിടെ ഗ്ലാസ് റോഡ് എടുത്ത് സിൽക്ക് തുണിയിൽ ഇങ്ങനെ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് ലഭിക്കുന്നു? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, സിൽക്ക് തുണിക്ക് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ഇനി അതിനെ നമ്മൾ പിറ്റ് ബോളിൽ തൊടുമ്പോൾ പിറ്റ് ബോളിന് എന്ത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കും. എന്ത് നിരീക്ഷിക്കുന്നു? പിറ്റ് ബോളിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. മാത്രമല്ല പിറ്റ് ബോൾ പരസ്പരം എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. അല്ലേ? നോക്കിയുള്ളൂ ചിത്രം 10.11b നോക്കുക. അത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇനി വീണ്ടും ഗ്ലാസ് റോഡ് പിറ്റ് ബോളിനടുത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ഗ്ലാസ് റോഡിനടുത്ത് പിറ്റ് ബോളിനടുത്തേക്ക് കൊണ്ടുവരിക. ചിത്രം 10.11c. നിരീക്ഷണ ഫലങ്ങൾ താഴെയുള്ള പട്ടികയിൽ അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിറ്റ് ബോളിനടുത്തേക്ക് ഗ്ലാസ് റോഡ് വീണ്ടും കൊണ്ടുവരുമ്പോൾ പിറ്റ് ബോൾ ഗ്ലാസ് റോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, ആകർഷണമാണോ വികർഷണമാണോ അവിടെ നടക്കുന്നത്? വികർഷണം. കാരണം പിറ്റ് ബോളിന് ഇപ്പം എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. കാരണം ഗ്ലാസ് റോഡിൻ്റെ ഇരിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. പിറ്റ് ബോളിന് അപ്പോൾ അതിലൂടെ എന്ത് ലഭിക്കുന്നു? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അപ്പോൾ ആ രണ്ട് പിറ്റ് ബോളിനും പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത് കൊണ്ടാണ് അവ രണ്ടും പരസ്പരം റിപ്പൽ ചെയ്തത്, അല്ലേ? വികർഷിച്ചത്. ഇനി അപ്പോൾ ഗ്ലാസ് റോഡ് മാറ്റി. ഇനി ഈ ഗ്ലാസ് റോഡ് വീണ്ടും പിറ്റ് ബോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പിറ്റ് ബോളും ഗ്ലാസ് റോഡും തമ്മിൽ എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ വികർഷിക്കാൻ കാരണം എന്താണ്? പിറ്റ് ബോൾ ബാക്കിലോട്ട് പോകും, അല്ലേ? അതായത് ഈ ഗ്ലാസ് റോഡിൻ്റെ അടുത്തുനിന്ന് ബാക്കിലോട്ട് അത് മൂവ് ചെയ്ത് പോകണുണ്ടോ? കാരണം എന്താണ്? പിറ്റ് ബോളിന് പോസിറ്റീവ് ചാർജാണ്, അതുപോലെ നമ്മുടെ ഗ്ലാസ് റോഡിനും പോസിറ്റീവ് ചാർജാണ്. രണ്ട് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അവ പരസ്പരം എന്ത് ചെയ്യുന്നു? വികർഷിക്കും. അതുകൊണ്ടാണ് ഈ ഗ്ലാസ് റോഡ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത്. കേട്ടോ? നോക്കിയോളൂ. ഇനി ഇവിടെ ടേബിൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് റോഡ് സ്പർശിച്ച ശേഷം പിറ്റ് ബോളുകൾ തമ്മിൽ വികർഷിക്കുന്നു. പിറ്റ് ബോളും ഗ്ലാസ് റോഡും തമ്മിൽ വികർഷിക്കുന്നു. കണ്ടോ? രണ്ട് സ്ഥലത്തും വികർഷണമാണ് നടക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സിൽക്ക് തുണിയുമായി ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ലഭിക്കുന്ന ചാർജ് എന്ത്? സിൽക്ക് തുണിയുമായി ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിൽക്ക് തുണിക്ക് അവിടെ ഉരസൽ, റബ്ബിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലേ? സിൽക്ക് തുണിക്ക് എന്താ ചാർജ് ലഭിക്കുന്നത്? അവിടെ സിൽക്ക് തുണിക്ക് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു, എന്നാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. പട്ടിക അനുസരിച്ച് പിറ്റ് ബോളുകളുടെ ചാർജ് എന്താണ്? പിറ്റ് ബോളുകൾക്ക് ലഭിച്ച ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്, അല്ലേ? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ലഭിച്ചു. ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് പിറ്റ് ബോളിൽ വയ്ക്കുമ്പോൾ പിറ്റ് ബോളിനും അതേ ചാർജ് ലഭിക്കുന്നു, അല്ലേ? പോസിറ്റീവ് ചാർജ് തന്നെ ലഭിക്കുന്നു. ഇവിടെ പിറ്റ് ബോളുകൾക്ക് ചാർജ് ലഭിച്ചത് സമ്പർക്കം വഴിയല്ലേ? അതെ, പിറ്റ് ബോളുകൾക്ക് ഗ്ലാസ് റോഡുമായിട്ട് സമ്പർക്കം ലഭിച്ചത് മൂലമാണ് ചാർജ് ലഭിച്ചത്. കാരണം ഇവിടെ പിറ്റ് ബോളുകൾക്ക് നോ ചാർജ്, ഒരു അൺചാർജബിൾ പാർട്ടിക്കിൾസ് ആണ് പിറ്റ് ബോൾ എന്ന് പറയുന്നത്, അല്ലേ? അതിന് ചാർജ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗ്ലാസ് റോഡിന് സിൽക്ക് റോഡുമായിട്ട് ഉരസുന്നത് വഴി, റബ്ബ് ചെയ്തത് വഴി എന്ത് ലഭിച്ചു? പോസിറ്റീവ് ചാർജ് ലഭിച്ചു. അപ്പോൾ ഈ ഗ്ലാസ് റോഡ് കൊണ്ടുവന്ന് പിറ്റ് ബോളിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ ഗ്ലാസ് റോഡിനുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് പോയി? പിറ്റ് ബോളിലോട്ട് പോയി. അപ്പോൾ പിറ്റ് ബോളിനും പോസിറ്റീവ് ചാർജ് ലഭിച്ചു, ഗ്ലാസ് റോഡിനും പോസിറ്റീവ് ചാർജ് ലഭിച്ചു. മനസ്സിലായോ? ഇനി മുകളിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് പിറ്റ് ബോളിന് പോസിറ്റീവ് ചാർജാണ് ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. മനസ്സിലാക്കി. പിറ്റ് ബോളിന് എങ്ങനെയാണ് ഈ പോസിറ്റീവ് ചാർജ് ലഭിച്ചത്? നോക്കിയോളൂ. സ്പർശനം വഴി ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്, അല്ലേ? സ്പർശനം മൂലം ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. പോസിറ്റീവായി ചാർജ് ചെയ്ത ഗ്ലാസ് റോഡ് എന്താണ്? പോസിറ്റീവായിട്ടാണ് ചാർജ് ചെയ്തത്. ചാർജ് ഇല്ലാത്ത പിറ്റ് ബോളിൽ സ്പർശിക്കുമ്പോൾ, ചാർജ് ഒന്നും ഇല്ലാത്ത പിറ്റ് ബോളിൽ സ്പർശിക്കുമ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. അതിനാൽ പിറ്റ് ബോളിന് എന്ത് ലഭിക്കുന്നു? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഇനി സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്നാൽ എന്താണ്? ഒരു ഡെഫിനിഷനാണ്. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് ചാർജില്ലാത്ത വസ്തുവിനെ സ്പർശിക്കുന്നു, അപ്പോൾ അത് ചാർജ് ആവുന്നു. ആ രീതിയാണ് എന്തെന്ന്? സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. എന്താണ്? ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഇവിടെ സമ്പർക്കത്തിൽ വന്ന രണ്ട് വസ്തുക്കൾക്കും സമാന ചാർജ് ആയിരിക്കും. സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും എന്തായിരിക്കും? സമാന ചാർജ് ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? റബ്ബിംഗ്, ഉരസൽ മൂലം. ഉരസൽ മൂലം നമ്മൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ ഉരസുമ്പോൾ ഒരെണ്ണത്തിന് പോസിറ്റീവ് ചാർജും മറ്റതിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ കണ്ടക്ഷൻ വഴി രണ്ടിനും ഒരേ ചാർജാണ് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കുക.
അടുത്തത് ദ മെത്തേഡ് ഓഫ് ചാർജിങ് എ മെറ്റൽ സ്ഫിയർ യൂസിങ് എ നെഗറ്റീവ്ലി ചാർജഡ് ഗ്ലാസ് റോഡ് ഈസ് ഷോൺ ഇൻ ദ പിക്ചർ. അതായത് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് നെഗറ്റീവ് ചാർജുള്ള ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഒരു ലോഹഗോളം മെറ്റൽ സ്ഫിയറിനെ ചാർജ് ചെയ്യുന്ന വിധമാണ് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൽ നോക്കി ഒബ്സർവ് ദ പിക്ചറിൽ നോക്കിയിട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എഴുതണം. നോക്കിയോളൂ. ഫിക്സ് ദ മെറ്റൽ സ്ഫിയർ ഓൺ സ്റ്റാൻഡ്. മെറ്റൽ സ്ഫിയറിനെ ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുക. ടച്ച് ദ സർഫസ് ഓഫ് ദ മെറ്റൽ സ്ഫിയർ വിത്ത് എ നെഗറ്റീവ്ലി ചാർജഡ് ഗ്ലാസ് റോഡ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ മെറ്റൽ സ്ഫിയറിൻ്റെ സർഫസിൽ നമ്മൾ നെഗറ്റീവ്ലി ചാർജഡ് ഗ്ലാസ് റോഡ്, നെഗറ്റീവ്ലി ചാർജായ ഒരു ഗ്ലാസ് റോഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. രണ്ടാമത്തെ പിക്ചർ കണ്ടോ? രണ്ടാമത്തെ പിക്ചറിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ദ ഗ്ലാസ് റോഡ് ഫ്രം ദ മെറ്റൽ സ്ഫിയർ. മെറ്റൽ സ്ഫിയറിന് ഗ്ലാസ് റോഡ് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യുക, മാറ്റുക. മെറ്റൽ സ്ഫിയർ ഗെയിൻസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ മെറ്റൽ സ്ഫിയറിന് എന്ത് ലഭിക്കുന്നു? ആ ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ദിസ് നെഗറ്റീവ് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് ദി മെറ്റൽ സ്ഫിയർ. ഈ നെഗറ്റീവ് ചാർജ് ആ മെറ്റൽ സ്ഫിയറിൻ്റെ സർഫസിൽ മൊത്തം എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ ആ സ്റ്റെപ്സ്. ഓക്കെ. അടുത്ത മലയാളം മീഡിയം നോക്കിയുള്ളൂ. നെഗറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് ഒരു ലോഹഗോളത്തെ ചാർജ് ചെയ്യുന്ന വിധം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ചിത്രം നിരീക്ഷിച്ച് വിവിധ ഘട്ടങ്ങൾ എഴുതുക. ആദ്യം എന്താണ്? ലോഹഗോളത്തെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നെഗറ്റീവ് ചാർജുള്ള ഒരു ഗ്ലാസ് റോഡ് ലോഹഗോളത്തിന്റെ ഉപരിതലത്തിൽ സ്പർശിക്കുക. അത് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത്, ഗ്ലാസ് റോഡ് ലോഹഗോളത്തിൽ നിന്ന് വേർപെടുത്തുക. നാലാമത്തത്, ലോഹഗോളത്തിന് എന്ത് ലഭിക്കുന്നു? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. കാരണം ഗ്ലാസ് റോഡിന്റെ നെഗറ്റീവ് ചാർജ് ആയിരുന്നു, അപ്പോൾ ലോഹഗോളത്തിനും നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ഇനി അടുത്തെന്താണ്? ഈ നെഗറ്റീവ് ചാർജ് ലോഹഗോളത്തിന്റെ ഉപരിതലത്തിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ ബാക്കി നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ മാക്സിമം നോട്ട്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.